KSRTC ബജറ്റ് ടൂറിസം പാക്കേജിൽ പത്തനംതിട്ടയിൽ നിന്നും ഒരു ദിവസം 3 സർവീസുകളാണ് ഗവിയിലേക്ക് നടത്തുന്നത്. മറ്റ് ജില്ലകളിൽ നിന്നും സൂപ്പർ ഡിലക്സ് ബസ്സുകൾ ഉൾപ്പെടെയുള്ളവയിലാണ് വിനോദസഞ്ചാരികളെ പത്തനംതിട്ടയിൽ എത്തിക്കുന്നത്. പിന്നീട് വനം വകുപ്പിന്റെ പ്രത്യേക അനുമതിയുള്ള KSRTC ബസ്സുകളിലാണ് വിനോദസഞ്ചാരികളെ ഗവിയിലേക്ക് കൊണ്ടുപോകുന്നത്. കൂടുതൽ കാര്യക്ഷമതയുള്ള ബസ്സുകൾ KSRTC ബജറ്റ് ടൂറിസം പാക്കേജിൽ അനുവദിക്കണമെന്നാണ് വിനോദസഞ്ചാരികളുടെ ആവശ്യം. കേരളത്തിൽ ആകെപ്പാടെ ഒരു 10-9 ബസ് മേടിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ലോങ് ട്രിപ്പുകൾ അറേഞ്ച് ചെയ്യുന്ന ഡിപ്പോകൾക്ക് അത് കൊടുക്കുക. ആ രീതിയിൽ നല്ല ബസ്സുകൾ ഇതാക്കിക്കൊണ്ട് ടൂറിസത്തിനെ വളർത്തണം. പത്തനംതിട്ടയിൽ നിന്നും ഗവിയിലേക്ക് ഷോർട്ട് വീൽ ബേസ് വിഭാഗത്തിലുള്ള ബസ്സിന് മാത്രമേ സർവീസ് നടത്താൻ വനം വകുപ്പിന്റെ അനുമതിയുള്ളൂ. നീളം കുറവായ ഈ ബസ്സിൽ 30 പേർക്ക് മാത്രമേ യാത്ര ചെയ്യാൻ കഴിയൂ. ഇത്തരം ബസ്സുകൾ സർവീസിനിടെ വനത്തിൽ ബ്രേക്ക് ഡൗൺ ആകുന്നത് പതിവാണ്. ആ ബസ്സിന്റെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്, അതിന്റെ ഒരു വൃത്തി കാര്യങ്ങൾ, ആ വണ്ടി മൊത്തത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കംഫർട്ട്, അതിന്റെ പുഷ് ബാക്ക് സീറ്റ് ഉണ്ടെന്നല്ലാതെ സത്യത്തിൽ ഈ ചൂടെടുക്കുന്ന കാലഘട്ടത്തിൽ ഒരു 200-300 രൂപ ഒരു പാസഞ്ചർ അധികം കൊടുക്കുന്നതിൽ ഒരിക്കലും അവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അതേസമയം വളരെ അപൂർവമായി മാത്രമാണ് ഗവി യാത്രയിൽ ബസ്സിന് കേട് സംഭവിക്കുന്നതെന്നും കൂടുതൽ കാര്യക്ഷമതയുള്ള ബസ്സുകൾ ഗവി യാത്രയിൽ ഉപയോഗിക്കാൻ വനം വകുപ്പിന് അപേക്ഷ നൽകിയിട്ടുണ്ടെന്നും KSRTC അധികൃതർ അറിയിച്ചു. റിപ്പോർട്ടർ, പത്തനംതിട്ട.